ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഓൾ. അറ്റൻഡൻസ് വളരെ കുറവാണ്. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ലാസ്റ്റ് 5th മൊഡ്യൂൾ ആൻഡ് ടോപ്പിക് ഈസ് മാക്രോ പ്രോസസ്സേഴ്സ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കണ്ടന്റ് ഉണ്ട്. ടെൽ ആൻഡ് വെബ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ടെക്സ്റ്റിൽ തന്നെ ഉള്ള ടോപ്പിക്കാണ്. ചെറിയ ടെക്സ്റ്റാണ്, എല്ലാവരും ടെക്സ്റ്റ് ലൈബ്രറിയിൽ നിന്ന് എടുക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാക്രോ പ്രോസസർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഫെമിലിയർ ആണ്. ബിക്കോസ് മാക്രോ പ്രോസസർ ഇസ് എൻ എക്സാമ്പിൾ ഫോർ സിസ്റ്റം സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് വേണേൽ പോയിന്റ് ആയിട്ട് എഴുതാം, മാക്രോ പ്രോസസർ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ മാക്രോ പ്രോസസർ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പ്രോഗ്രാംസിൽ എവിടെയെങ്കിലുമൊക്കെയുള്ള മാക്രോസിനെ അത് ഒരുമിച്ച് ബിൽഡ് ചെയ്തിട്ട് മാക്രോ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മുടെ എൻ്റയർ പ്രോഗ്രാം കോഡാക്കി മാറ്റും. ഓക്കെ, അപ്പം മാക്രോ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ? മാക്രോ ഇസ് വെരി സിമിലർ ടു അവർ ഫംഗ്ഷൻ. നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്ന ഫംഗ്ഷനെ പോലെയുള്ള ഒരു പാർട്ടാണ് മാക്രോ. അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൽ നമ്മൾ ഫംഗ്ഷനെ പറയുന്ന പേരാണ് മാക്രോ. ഓക്കെ, ഈ മാക്രോനെ പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് മാക്രോ പ്രോസസർ എന്ന് പറയുന്ന ആള്. മാക്രോനെ പ്രോസസ് ചെയ്യുന്ന ആളാണ് മാക്രോ പ്രോസസർ. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇൻ ദിസ് ഡയഗ്രാം, ഈ ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾ നോക്കുക. ഇതാണ് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം. ദിസ് ഈസ് അവർ സോഴ്സ് പ്രോഗ്രാം. ഇവിടെ നമ്മുടെ മാക്രോ പ്രോസസർ ഉണ്ടെന്ന് കരുതുക. ദെൻ മാക്രോ പ്രോസസർ മേക്കിംഗ് അവർ കോഡ് ഇൻടു എൻ എക്സ്പാൻഡഡ് വെർഷൻ. ദെൻ ഈ ഒരു കോഡിനെയാണ് അസംബ്ലർ ഓർ കമ്പൈലർ എന്ത് ചെയ്യുന്നത്, ആ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് ദിസ് ഈസ് അവർ സോഴ്സ് പ്രോഗ്രാം. സോഴ്സ് പ്രോഗ്രാമിൽ കുറെ മാക്രോസ് ഉണ്ടെന്ന് കരുതാം. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഈസ് വെരി സിമിലർ ടു ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഈ ഒരു ഫംഗ്ഷനെ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. ആൻഡ് ദീസ് ഫംഗ്ഷൻസ് ആർ പ്രോസസ്ഡ് ബൈ മാക്രോ പ്രോസസർ. ദെൻ ആഫ്റ്റർ ദി ആക്ഷൻ ഓഫ് മാക്രോ പ്രോസസർ നമുക്ക് കിട്ടുന്നത് എക്സ്പാൻഡഡ് കോഡാണ്. അതെന്താണെന്ന് ഞാൻ പറയും. വി ആർ ഗെറ്റിംഗ് എൻ എക്സ്പാൻഡഡ് കോഡ്. ദാറ്റ് കോഡ് ഈസ് ട്രാൻസ്ലേറ്റഡ് ബൈ അസംബ്ലർ ഓർ കമ്പൈലർ. ഇതാണ് ടാസ്ക്. ദെൻ അസംബ്ലർ ഈസ് ജനറേറ്റിംഗ് ഒബ്ജക്ട് കോഡ്. ഇനി എന്താണ് മാക്രോ, അതിനെ കൊണ്ടുള്ള യൂസ് എന്താണ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, മാക്രോ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ യൂസ് എന്താണെന്ന് മനസ്സിലാവും. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ നോക്കുക. ദിസ് ഈസ് അവർ സോഴ്സ് കോഡ്. ഓക്കെ, ഈ സോഴ്സ് കോഡിൽ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ജനറൽ സിന്റാക്സ് പറയാം. ഇൻ ദി സോഴ്സ് കോഡ് യു ക്യാൻ സി ഹിയർ ഈസ് എ മാക്രോ. ഇതാണ് നമ്മുടെ മാക്രോ. ആസ് ഐ സെഡ്, മാക്രോ ഈസ് വെരി സിമിലർ ടു എ ഫംഗ്ഷൻ. അപ്പം ഈ ഒരു പാർട്ടിൽ str സ്ട്രിങ്ങിന് str is my macro name which is similar to a function name. ഇത്രയും കാര്യങ്ങൾ ഒരു എക്സിക്യൂട്ടബിൾ പാർട്ട് ഓഫ് ദി കോഡ് തന്നെയാണ്. ആൻഡ് ഐ എം എൻഡിങ് മാക്രോ വിത്ത് എം എൻഡ് അസംബ്ലർ ഡയറക്റ്റീവ്. ഒന്നുകൂടി പറയാം, ഇത് നമ്മുടെ സോഴ്സ് പ്രോഗ്രാം. ഹിയർ യു ക്യാൻ സി എ മാക്രോ നെയിം ഈസ് strg and this macro consists of 3 executable statements. 1, 2, 3 executable statements are there, and ending with that macro end with m end assembler directive. അപ്പോൾ നമ്മൾ രണ്ട് അസംബ്ലർ ഡയറക്റ്റീവ് പഠിച്ചു. ഫസ്റ്റ് വൺ ഈസ് അവർ മാക്രോ, ഇറ്റ്സ് എൻ അസംബ്ലർ ഡയറക്റ്റീവ്. എം എൻഡ് ഈസ് അനദർ അസംബ്ലർ ഡയറക്റ്റീവ് യൂസിങ് വിത്ത് മാക്രോ. ഇതാണ് മാക്രോയുടെ ബോഡി. ഡാറ്റ sti is a command, stb is a command, xtx, ഇതാണ് നമ്മുടെ മാക്രോയുടെ ബോഡി. ഇതൊരു ഫംഗ്ഷന് സിമിലർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ നോക്കുക, അറ്റ് ദി എൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്രോനെ, ഈ ഒരു മാക്രോനെ നമ്മൾ ഇവിടെ കോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ മാക്രോനെ ഇവിടെയും നമ്മൾ കോൾ ചെയ്യുന്നു. 2 times സെയിം മാക്രോനെ നമ്മൾ കോൾ ചെയ്തു. അപ്പൊ എന്താ നടക്കുന്നത് നോക്കിയേ. റൈറ്റ് സൈഡ് യു ക്യാൻ സി ദി എക്സ്പാൻഡഡ് കോഡ്. കണ്ടോ? എക്സ്പാൻഡഡ് കോഡിൽ നമ്മൾ എഴുതിയ മാക്രോ എന്താണോ അത് അതുപോലെ ഒന്നുകൂടെ വന്നു. എഗെയിൻ സെക്കൻഡ് കോൾ ഇറ്റ്സെൽഫ് എഗെയിൻ ആ മാക്രോ വന്നു. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സോഴ്സ് കോഡ് ചേഞ്ചസ് ടു എൻ എക്സ്പാൻഡഡ് സോഴ്സ് കോഡ്. സോഴ്സ് കോഡ് കുറച്ചുകൂടി വലുതായി. എന്താ സംഭവിച്ചത്? ഹിയർ ഐ ആം ഹാവിംഗ് എ മാക്രോ strg. അതിന്റെ ബോഡി ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്.
ദെൻ ഐ ആം കോളിംഗ് ദാറ്റ് ഫംഗ്ഷൻ. strg എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്ന് കോൾ ചെയ്തപ്പം ആ എൻറ്റയർ ബോഡി ഒരു തവണ വന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടായി. എഗെയിൻ ഐ ആം കോളിംഗ് strg. രണ്ടാമത്തെ തവണയും എൻറ്റയർ കോഡ് നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് മാറി. ദിസ് ഈസ് നോൺ ആസ് മാക്രോ എക്സ്പാൻഷൻ. ദിസ് ഈസ് നോൺ ആസ് മാക്രോ എക്സ്പാൻഷൻ. ഈ ഒരു എക്സാമ്പിളിൽ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? എന്താണ് മാക്രോ, എന്തിനാണ് നമ്മൾ മാക്രോ എഴുതിയെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു റെഫറൻസ് ആണ്, ഞാൻ പ്രിപ്പയർ ചെയ്തതല്ല, ഇതൊരു റെഫറൻസ് ആണ്. നെറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ, നിങ്ങൾക്കും ഇത് കളക്ട് ചെയ്യാം, ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഞാനിനി പറയുന്നത് വൈ വി ആർ ഗോയിങ് ഫോർ മാക്രോ, ആ ഒരു കോൺസെപ്റ്റാണ് ഞാൻ മാക്രോയെ പറ്റി പറയാൻ പോകുന്നത്. നമ്മുടെ അസംബ്ലി ലാംഗ്വേജിൽ ഫങ്ഷൻസ് എഴുതാനുള്ള ഒരു ഓപ്ഷനാണ് ഈ മാക്രോ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? മാക്രോ എന്ന് പറയുന്നത് നമ്മളെ നോർമലി സി പ്രോഗ്രാമിൽ നമ്മൾ എഴുതുന്ന ഫങ്ഷൻസിനെ പോലെയുള്ള കാര്യമാണ്. ഫങ്ഷൻസ് ക്ലിയർ ആണേ? ദെൻ ഹൗ ടു റൈറ്റ് എ മാക്രോ? ദർ വി ഹാവ് എ നെയിം. ദിസ് ഈസ് ദി നെയിം ഫോർ അവർ മാക്രോ. Then with a assembler directive macro, then we have to consider some parameters associated with our macro. Then we have to write the body of the macro and m end denoting end of the macro. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? മാക്രോ ഈസ് വെരി സിമിലർ ടു അവർ ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്തൊക്കെ ഉണ്ടാവും? ദർ വിൽ ബി എ ഫംഗ്ഷൻ നെയിം, സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ആൻഡ് സം എക്സിക്യൂട്ടബിൾ കോഡ്. ദെൻ ബ്രാക്കറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ ക്ലോസ് ചെയ്യും. ഹിയർ വി ആർ യൂസിങ് എം എൻഡ്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? ഇനി മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഫംഗ്ഷൻ കോൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് സിമിലർ ടു നോർമൽ സബ് റുട്ടീൻ കോൾ. ഒരു സബ് റുട്ടീൻ കോളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അത് പറയുമ്പം ശരിക്കും സബ് റുട്ടീൻ കോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണം. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ വരക്കുകയാണ്. ഈ ഒരു സ്പേസ് ഞാൻ വരക്കുകയാണ്. സപ്പോസ് ദിസ് ഈസ് മൈ മെയിൻ പ്രോഗ്രാം. മെയിൻ പ്രോഗ്രാമിൽ ഞാൻ എന്ത് ചെയ്തു? 2 നമ്പേഴ്സിനെ റീഡ് ചെയ്തു, 2 നമ്പേഴ്സിനെ റീഡ് ചെയ്തു. ടു പെർഫോം അഡിഷൻ ഞാൻ എന്ത് ചെയ്തു? ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് ഞാൻ റീഡ് ചെയ്ത പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്തു. ദിസ് ഈസ് മൈ ആഡ് ഫംഗ്ഷൻ. ആക്ച്വലി അപ്പൊ എന്താ ചെയ്യുക? ആ പാരാമീറ്റേഴ്സ് ആഡ് ഫംഗ്ഷനിലേക്ക് പോവും, ടാസ്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് ആ ടാസ്കിനെ ഒന്നുകിൽ ആഡ് ഫംഗ്ഷനിൽ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ റിട്ടേൺ അവർ വാല്യൂ ടു മെയിൻ പ്രോഗ്രാം. ഇതാണ് നോർമലി ഒരു ഫംഗ്ഷൻ കോളിൽ നടക്കുന്നത്. നെക്സ്റ്റ് ടൈം നമ്മൾ ഫംഗ്ഷൻ വിത്ത് ഡിഫറെന്റ് പാരാമീറ്ററിൽ കോൾ ചെയ്താൽ എന്ത് സംഭവിക്കും? അവർ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ എത്തും. വി വിൽ കാൽക്കുലേറ്റ് ദി റിസൾട്ട് നമുക്ക് കിട്ടും. തേർഡ് ടൈം ഓൾസോ വി ആർ യൂസിങ് ദി സെയിം റുട്ടീൻ. ഈ റുട്ടീനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ആൻഡ് വി ആർ ഗെറ്റിംഗ് ദി റിസൾട്ട്. ക്ലിയർ അല്ലേ? നോർമൽ ഫംഗ്ഷൻ കോൾ. ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. ഐ ആം ഡിസ്കസിങ് അബൌട്ട് നോർമൽ ഫംഗ്ഷൻ കോൾ. ഇൻ മെയിൻ പ്രോഗ്രാം ഐ ആം റീഡിങ് സം വാല്യൂ and I am calculating their sum using addition function. നമുക്ക് അവിടെ പ്രിന്റ് ചെയ്യാം, അതർവൈസ് മെയിൻ പ്രോഗ്രാമിലേക്ക് റിസൾട്ട് കൊണ്ടുവരാം. നോർമൽ ഫംഗ്ഷൻ കോൾ. നെക്സ്റ്റ് ടൈം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് ഇതുപോലെ വർക്ക് ചെയ്യും, തേർഡ് ടൈമും ഇതുപോലെ വർക്ക് ചെയ്യും. പക്ഷേ ഇൻ ദി കേസ് ഓഫ് മാക്രോ, ദിസ് ഈസ് മൈ മെയിൻ പ്രോഗ്രാം. ഇഫ് ദിസ് ഈസ് എ മാക്രോ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഡ്യൂറിങ് ഫസ്റ്റ് കോൾ ഈ ഒരു പ്രോഗ്രാം എൻറ്റയർലി നമ്മുടെ മെയിൻ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് മാറും. During second function call, again it comes to our main program. Similar to our inline function. പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും inline function. So macro is similar to an inline function. അതായത് എപ്പോഴാണ് ഫംഗ്ഷൻ കോൾ നടക്കുന്നത് ആ സമയത്ത് ആ പാർട്ട് നമ്മൾ കോൾ ചെയ്ത പാർട്ട് ഓഫ് പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് മാറും. ദാറ്റ് ഈസ് നോൺ ആസ് മാക്രോ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. During function call or during macro invocation, the entire code നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച macro is become a part of our main program. ഇതാണ് മാക്രോയുടെ കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? സാറേ, ഒരു എക്സാമ്പിളോട് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരാളെ കൊണ്ട് ഡിഫൈൻ ചെയ്യിപ്പിക്കാം. അനദർ എക്സാമ്പിൾ. This is my macro.
name is M1. To identify it is a macro, I am using assembler directive macro, and this is my set of parameters $d1 and d2. ഇനി ആ മാക്രോയിൽ ഞാൻ എഴുതിയ കമാൻഡ് ഐ ആം സ്റ്റോറിംഗ് ദി വാല്യൂ ടു അക്യുമുലേറ്റർ രജിസ്റ്റർ ബേസ് രജിസ്റ്റർ. ഈ രണ്ട് പാരാമീറ്റേഴ്സിനെ ഞാൻ എന്ത് പാരാമീറ്റേഴ്സ് അപ്പോൾ പാസ് ചെയ്താലും ദാറ്റ് മാക്രോ സ്റ്റോറിംഗ് ഫസ്റ്റ് പാരാമീറ്റർ ഇൻറ്റു അക്യുമുലേറ്റർ, second parameter into base register. I am ending the macro. Okay. Then I am using the same code M1. I am calling that function M1 with a different parameter data1 and data2. അപ്പോൾ എന്ത് സംഭവിക്കും? Data1 is the first parameter, goes to accumulator. Data2 is the second parameter, goes to base register. Then I am again calling macro M1 with the different parameter data4 and data3. So data4 goes to STA accumulator, data3 goes to base register. So this is the concept of macro. This is our source code and this is my expanded source code. ഈ എക്സ്പാൻഡഡ് സോഴ്സ് കോഡിനെയാണ് ആര് വർക്ക്ഔട്ട് ചെയ്യാൻ? അവർ കമ്പൈലർ ഓർ അസംബ്ലർ ഇതിനെ ഒബ്ജക്റ്റ് കോഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ മാക്രോ കോൾ വരുമ്പോൾ സോഴ്സ് കോഡ് എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ടാസ്ക് പെർഫോം ചെയ്യുന്ന ആളാണ് മാക്രോ പ്രോസസർ. ക്ലിയർ? സേജൽ, ഗുഡ് മോർണിംഗ്. സേജൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. സേജൽ ഒന്ന് മോൺക്ലാൻ ക്ലാസ്സിൽ ഇതുവരെ റെസ്പോണ്ട് ചെയ്യാത്ത ഒരാളാണ്. സേജൽ. അഖിൽ സി വി ആൻഡ് അഖിൽ കെ റെസ്പോണ്ട് ചെയ്തേ. അഖിൽ സി വി ആൻഡ് ഓക്കെ സേജൽ. അഖിൽ സി വി ആൻഡ് അഖിൽ കെ. Okay, this is regarding our macro. Then you have to write few sentences there. Macroprocessor. Next line is the macro. Statement of expansion are generated each time when macro are invoked. When macro are invoked. Next line, macro represent group of statement in the source programming language. Macro represent group of statement in the source programming language. Next line, macroprocessor replace each macro instruction with the corresponding group of source language statement. Then next line is that we have two assembler directives. Macro, m end. Macro, m end. Macro, m end. Next line, macro denote starting of macro. M end denote end of macro. M end denote end of macro. Okay, next line is the syntax of macro. I have to write the syntax. Name, macro,
parameters. Name macro parameters. Then body of the macro m end. Body of the macro m end. Then next line, each parameter begin with this address ampersand sign. Each parameter begin with the ampersand sign. Each parameter begin with the ampersand sign. Then here also you have one example. This is our example. ഈ ഒരു ലൈൻ വേണം നിങ്ങൾ എഴുതി വെച്ചോ, അല്ലെ മറന്നു പോകും. Initially, this is our source program. This is our macro definition. ഇതാണ് നമ്മുടെ മാക്രോന്റെ ഡെഫിനിഷൻ. M1 is our macro name. Macro is the assembler directive. Then D1, D2 are two parameters. Started with the dollar symbol. M and denote the end of the macro. So concept is that we have to define macro before it is called or invoked. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്ത് വെക്കണം. So actually it is a macro definition. This is a macro definition. We have to define a macro before it is used. Starting with the macro name, macro directive and parameters end. Then we are calling the macro invocation, അല്ലെങ്കിൽ macro call എന്ന് പറയാം. M1 is the macro name with the parameters. Name with the parameters. Again we are calling macro name with the parameters. So in the expanded code, ഇതാണ് expanded code. എന്ത് സംഭവിച്ചു? ഈ ഒരു പാർട്ട് മാക്രോ ഡെഫിനിഷൻ എന്താണോ ആ ഒരു പാർട്ട് ഇവിടെ വന്നു. STA D1 changes to STA data 1, STB data 2, then again STA data 4 and STB data 3. So this is the expanded source code. Expanded source code. ഈ ഒരു എക്സാമ്പിൾ അവിടെ എഴുതി വെക്കാം. This is regarding macroprocessor function. Macroprocessor function. ക്ലിയർ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. അഭിനവ് 7 years, അനുപമ താങ്ക് യു. ഇനി നമ്മൾ സെയിം കോൺസെപ്റ്റ് ഓഫ് മാക്രോ നമ്മൾ ടെക്സ്റ്റിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ ഇല്ലേ, അതിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾ എങ്ങനെയായിരുന്നു? ഭയങ്കര വൃത്തിയായിട്ടൊരു എക്സാമ്പിൾ ആയിരുന്നു. എന്തായിരുന്നു ആ എക്സാമ്പിൾ പറയുന്നത്? ഇൻ ആർ എക്സാമ്പിൾ we have a main program ഉണ്ടായിരുന്നു. Then we have two function, RD RAC, read record function to read data from the buffer or input device, and write record എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. റൈറ്റ് റെക്കോർഡ് ഫംഗ്ഷൻ ഡാറ്റനെ ഡിസ്പ്ലേ ഡിവൈസിലേക്ക് കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് മാക്രോന് സാധ്യതയുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു മാക്രോ, സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാക്രോ. അപ്പൊ നമ്മൾ പറഞ്ഞു വി ഹാവ് ടു ഡിഫൈൻ എ മാക്രോ ബിഫോർ ഇറ്റ് ഈസ് യൂസ്ഡ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും നാള് കണ്ടതുപോലെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിഫൈൻ ദി മാക്രോ. വി ആർ ചേഞ്ചിങ് അവർ റീഡ് റെക്കോർഡ് ഫംഗ്ഷൻ ഇൻ ടു എ മാക്രോ ആൻഡ് റൈറ്റ് റെക്കോർഡ് ഫംഗ്ഷൻ ഇൻ ടു എ മാക്രോ. Then also we are discussing how that expansion take place. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയണം. സോ കമ്മിങ് ടു അവർ പ്രോഗ്രാം, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പ്രോഗ്രാം നോക്കാം. ഞാൻ റെഡിങ്ങിൽ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇൻ മൈ പ്രോഗ്രാം കോപ്പി വാസ് പ്രോഗ്രാം നെയിം. നമുക്കറിയാം കോപ്പി പ്രോഗ്രാം നെയിം. ആൻഡ് ഐ ആം ചേഞ്ചിങ് അവർ റീഡ് ബഫർ ഫംഗ്ഷൻ ഇൻ ടു എ മാക്രോ വിത്ത് എ സെറ്റ് ഓഫ് 3 parameters. There is an input device, ബഫർ അഡ്രസ്, റെക്കോർഡ് ലെങ്ത്. ഈ പ്രോഗ്രാമിന് വേണ്ട 3 പാരാമീറ്റേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് അവർ സിമ്പിൾ ആംബർസൺ സിമ്പിളിൽ സ്റ്റാർട്ട് ചെയ്തു. റീഡ് ബഫ് is now become a macro, and end of read buff, you can see this is the end of read buff. Clear ആണെന്ന് കരുതുന്നു. In previous example we had two function. One is read record to read the data, write record to display the data.
Now I am changing our read buff program into a macro. അതിനെ ഞാനൊരു മാക്രോ ആക്കി. റീഡ് ചെയ്തോളൂ, അതെന്തായാലും ഡാറ്റ റീഡ് ചെയ്യുന്ന കോഡാണ്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി റീഡ് എ ഡാറ്റ. ആൻഡ് നൗ റീഡ് ബഫ് ഈസ് എ മാക്രോ ആൻഡ് ദിസ് ഈസ് എം എൻഡ്. നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇൻസൈഡിലുള്ള കോഡ് എന്താണ്? റീഡ് എ റെക്കോർഡ് ഇൻടു എ ബഫർ. റീഡ് ചെയ്യാനുള്ള ഒരു കോഡാണ് ഈ മാക്രോന്റെ ബോഡി എന്ന് പറയുന്നത്. സിമിലർലി ഐ എം ചേഞ്ചിങ് മൈ റൈറ്റ് ബഫ്. റൈറ്റ് റെക്കോർഡ് ഫംഗ്ഷന് ഞാൻ റൈറ്റ് ബഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു. എഗൈൻ ഇറ്റ് ഈസ് എ മാക്രോ. ഇതാണ് ആ മാക്രോയുടെ എൻഡ്. ഇതെന്ത് ചെയ്തോളും? നമ്മളെ ഡാറ്റേനെ റൈറ്റ് ചെയ്തോളും. ഞാൻ എന്റെ പ്രീവിയസ് പ്രോഗ്രാമിനെ 2 മാക്രോ ആക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് റെസ്പോണ്ട് ചെയ്ത്. പ്രീവിയസ് എക്സാമ്പിളിൽ ഐ ആം ഐഡന്റിഫൈങ് 2 മാക്രോ വിത്ത് സെറ്റ് ഓഫ് അസോസിയേറ്റഡ് പാരാമീറ്റേഴ്സ്. In order to write, I am having output device first parameter, buffer address. ഇതിലൊന്നും കാര്യമില്ല, നിങ്ങൾ പാരാമീറ്റേഴ്സിനെ ഡോളർ സിമ്പിൾ വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അലീസി, താങ്ക് യു. പ്രീവിയസ്ലി ഉള്ള 2 എക്സാമ്പിളിൽ ഞാൻ എന്ത് ചെയ്തു? 2 മാക്രോ ഐഡന്റിഫൈ ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞു എന്താണ്? വി ഹാവ് ഡിഫൈൻഡ് 2 മാക്രോ ഫോർ റീഡ് ദി ഡാറ്റ, ടു റൈറ്റ് ദി ഡാറ്റ. ദെൻ നൗ ഐ എം കമ്മിങ് ടു മെയിൻ പ്രോഗ്രാം. ഇതാണ് എന്റെ മെയിൻ പ്രോഗ്രാം. മെയിൻ പ്രോഗ്രാമിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇനി ആ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റർ പാസ് ചെയ്യുന്ന രീതിയിൽ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി സി പ്രോഗ്രാം ആണെങ്കിൽ ഇങ്ങനെ, ഇതാണ് സംഭവം കേട്ടോ. സാമ്പിൾ ഇൻ സി ആണ് ഞാൻ സൈഡിൽ എഴുതാൻ പോകുന്നത്. സപ്പോസ് ഐ നീഡ് ടു പെർഫോം അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഐ ആം മേക്കിംഗ് എ കാൽക്കുലേറ്റർ പ്രോഗ്രാം. സോ ഇൻ ഓർഡർ ടു പെർഫോം അഡീഷൻ, ഹാവ് റൈറ്റ് ദി ബോഡി ഓഫ് ആഡ് ഫംഗ്ഷൻ. ആഡ് ഫംഗ്ഷൻ ഞാൻ ഇവിടെ എഴുതി. ടു പെർഫോം സബ്സ്ട്രാക്ഷൻ, സബ്സ്ട്രാക്ഷന്റെ ബോഡി ഞാൻ ഇവിടെ എഴുതി. Then I am coming to main program. Main program ഞാൻ എന്ത് ചെയ്യും? I am reading 2 values. Then I am calling add function, subtraction function. ഇതാണ് സി പ്രോഗ്രാമിൽ നടക്കുന്നത്. ബട്ട് now I am discussing with the macro. Macro കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ഫംഗ്ഷൻ അതുപോലെ ഞാൻ ഇങ്ങ് എടുത്തുകൊണ്ട് വരും. During second call, the entire code will be the part of my main program. അതാണ് കോൺസെപ്റ്റ്. So now this is my main program. Here I am having first, പണ്ട് നമ്മൾ ചെയ്ത പോലെ storing return address into linkage register. Here I am calling macro. Read buff was my first macro. Calling macro with the buffer length f1. 3 പാരാമീറ്റർ വെച്ചിട്ട് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? ഈ റീഡ് ബഫ് എന്ന് പറയുന്ന ആ കോഡ്, ഡിഫൈൻ ചെയ്ത കോഡ് നമ്മുടെ പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് മാറും. അതിനുശേഷം എൽ ഡി എ കമ്പയർ, ഇങ്ങനെ കുറെ കോഡ്. എഗെയിൻ ഐ ആം കോളിംഗ് റൈറ്റ് ബഫ്. അപ്പൊ എന്ത് സംഭവിക്കും? ദാറ്റ് റൈറ്റ് ബഫ് മാക്രോ നമ്മുടെ കോഡായിട്ട് മാറും. ഓക്കെ ആണ്. ദെൻ ഒരു ജെ വരും. എഗെയിൻ ഐ ആം കോളിംഗ് റൈറ്റ് ബഫ്. വീണ്ടും റൈറ്റ് ബഫ് നമ്മുടെ പാർട്ടായിട്ട് മാറും. ഈ ഒരു ടാസ്ക് ആണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ മാക്രോനെ ഡിഫൈൻ ചെയ്തത് മനസ്സിലായോ എല്ലാവർക്കും? ഹൗ ടു ഡിഫൈൻ എ മാക്രോ ദാറ്റ് ഐ ആം ഡിസ്കസ്ഡ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ, അല്ലെ ഒന്നുകൂടി പറയാം. ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചാറ്റ് ബോക്സിൽ. സാറേ ക്ലിയർ. ഓക്കെ ഡാ. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരു തവണ കൂടി പറയാം. 11, 20, 10 ഉണ്ട്. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാണ്. പ്രീവിയസ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സെയിം പ്രോഗ്രാം. ദർ വി ഹാവ് a function to read the data, another function to write the data. So I am changing it into a macro. Read buff is my first macro. This is a macro. Then some executable statement m and denote the end of the first macro. Similarly, to write the data, I am having a write buffer function. Write buff, it is a macro. Again, this is end of that particular macro. And coming to my main program. Main program ഞാൻ 3 times macro കോൾ ചെയ്തു. I am calling read buff here, then write buff here, again write buff here. Then normally നമ്മൾ എഴുതിയ എല്ലാ കോഡും. അപ്പൊ ആക്ച്വലി എന്ത് സംഭവിക്കും? മാക്രോ ഇൻവോക്ക് ചെയ്യുമ്പോൾ the entire code become the part of our program. ഇനി അതാണ് ഞാൻ ഇനി പറയേണ്ടത്. How to perform macro expansion. മാക്രോ ഡെഫിനിഷൻ ചെയ്തത് മനസ്സിലായോ? പ്രിൻസ്, ഋഷികേഷ്, ഋത്തിക്, രോഹിത്. macro definition okay ആണോ? Okay, Nivedya, thank you. Now I am going to my macro expansion. അപ്പോൾ എക്സ്പാൻഷന് പോകുന്നതിന് മുന്നേ
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നോക്കുക. എക്സ്പാൻഷന് പോകുന്നതിന് മുന്നേ നോക്കണം. എന്താ നോക്കി വെക്കേണ്ട, എഴുതി വെക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. കണ്ടോ, ഇവിടെ ഈ ഇങ്ക് ഞാൻ ഒന്ന് മായിച്ച് പുതിയ ഇങ്ക് എടുക്കുകയാണ്. ഇത് കണ്ടോ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഹിയർ ഐ ആം കോളിംഗ് റീഡ് ബഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്ത് നെക്സ്റ്റ് ലൈൻ വരുന്നത് LDA ആണെന്നൊന്ന് ഓർത്ത് വെക്കുക. അതായത് റീഡ് ബഫിന് അസോസിയേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈൻ LDA. ഇനി റീഡ് ബഫ് എവിടെയാണ് വരേണ്ടത്? STLന് ശേഷമാണ് റീഡ് ബഫിന്റെ കോഡ് വരേണ്ടത്. ബിലോ ദി STL ആൻഡ് ഇൻ ബിറ്റ്വീൻ STL ആൻഡ് LDA. ഇൻ ബിറ്റ്വീൻ STL ആൻഡ് LDA. ഓക്കെ, എന്താ വരേണ്ടത് നോക്കിയേ. മാക്രോയുടെ ഈ ഒരു ലൈനാണ്, ക്ലിയർ എക്സ് തൊട്ടിട്ടുള്ള ലൈനാണ്. ഇതാണ് മാക്രോന്റെ ഡെഫിനിഷൻ ആണ് വരിക. ക്ലിയർ എക്സ് തൊട്ടിട്ടുള്ള ക്ലിയർ എക്സ് ടു XTX വരെയുള്ള ലൈൻ, ക്ലിയർ എക്സ് ടു XTX വരെയുള്ള ലൈന് STLനും LDAനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. നോക്കുക, ഐ ആം ഗോയിങ് ടു എക്സ്പാൻഡഡ് കോഡ്. ഇതാണ് എന്റെ എക്സ്പാൻഡഡ് കോഡ്. ഐ ആം സ്റ്റാർട്ടിങ് വിത്ത് കോപ്പി സ്റ്റാർട്ട്. STLനും LDAക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ക്ലിയർ എക്സ് തൊട്ടിട്ട് STX വരെയുള്ള സ്റ്റേറ്റ്മെന്റ് വന്ന് കിടക്കുന്നുണ്ടോ ഡ്യൂറിങ് മാക്രോ എക്സ്പാൻഷൻ. ദിസ് ഈസ് എക്സ്പാൻഷൻ ഫോർ റീഡ് ബഫ്. ക്ലിയർ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സാറേ. ഓക്കെ, നിവേദ്യ ഒന്നുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കാണ്. ബാക്കിയുള്ളവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഐ ആം ഇൻവോക്കിംഗ് മൈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഈ റീഡ് ബഫിന് ഇൻവോക്ക് ചെയ്യാൻ പോവാണ്. സോ റീഡ് ബഫ് എവിടെ വരണം? ഇൻ ബിറ്റ്വീൻ STL ആൻഡ് നമ്മുടെ ഈ LDAക്കും ബിറ്റ്വീൻ ആയിട്ടാണ് ഈ റീഡ് ബഫിന്റെ കോഡ് വരേണ്ടത്. ഓക്കെ, റീഡ് ബഫിന്റെ കോഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. റീഡ് ബഫ് കോഡ് സ്റ്റാർട്ട് വിത്ത് ക്ലിയർ എക്സ് ടു STX വരെ. അതാണ് ഇവിടെ പറഞ്ഞത്. മാക്രോ ഇൻവോക്ക് ആയി എക്സ്പാൻഡ് ചെയ്തു. ദെൻ ഇൻ ബിറ്റ്വീൻ STL ആൻഡ് LDA നമ്മുടെ എക്സ്പാൻഡ് ആയിട്ടുള്ള ക്ലിയർ എക്സ് ലൈൻ തൊട്ടിട്ട് XTX വരെയുള്ള എല്ലാ കാര്യങ്ങളും വന്നു. അത് ക്ലിയർ ആയി. ക്ലിയർ? ഇനി ഡ്യൂറിങ് സെക്കൻഡ് മാക്രോ എക്സ്പാൻഷൻ ഇതിനുള്ളിൽ വേറൊരു എക്സ്പാൻഷൻ കൂടിയുണ്ട്. അതേതാണ്? റൈറ്റ് ബഫ് വരുന്നത് എവിടെയാണെന്ന് നോക്കാം. ഇൻ ബിറ്റ്വീൻ JEQ ആൻഡ് J ആര് വരും? മാക്രോ റൈറ്റ് ബഫിന്റെ ക്ലിയർ എക്സ് ടു JLT. സോ കണ്ടോ, ഇൻ ബിറ്റ്വീൻ JEQ ആൻഡ് J, ക്ലിയർ എക്സ് ടു JLT വന്നു കിടക്കുന്നു. ദിസ് ഈസ് അവർ സെക്കൻഡ് മാക്രോ എക്സ്പാൻഷൻ. സിമിലർലി എവിടെയൊക്കെ മാക്രോ എക്സ്പാൻഷൻ ഉണ്ടോ അതുപോലെ മാക്രോ എല്ലാം വന്നു കിടക്കും. ഇതിനെയാണ് നമ്മൾ മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ചാറ്റ് ബോക്സ് റെസ്പോണ്ട് ചെയ്ത്. ഇന്ന് തന്നെ ഈ എക്സാമ്പിൾ നോക്കാം, ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് മാക്രോ എക്സ്പാൻഷൻ. നെക്സ്റ്റ് ലൈനിൽ എഴുതുക. In our program, we have two macro. Read buff, RDBUF, read buff and write buff. With parameters defined before the main program. Next line is during macro expansion, it become part of our main program.
Okay. Then I'm explaining difference between macro and subroutine. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരും, കമ്പയർ മാക്രോ ആൻഡ് സബ്റൂട്ടീൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാണ്, പ്രീവിയസ്ലി ഡ്രോ ചെയ്ത കാര്യം തന്നെയാണ്. Again I am explaining what is the difference between macro and subroutine. ഓർക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ മാക്രോ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഐ ആം ഡിസ്കസിങ് അബൌട്ട് മാക്രോ. മാക്രോനൊരു ഡെഫിനിഷൻ ഉണ്ടാവും. മാക്രോ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചു, ഇതാണ് എൻ്റെ മാക്രോ. ദെൻ ഇവിടെ ഞാൻ കോൾ ചെയ്തു, ഫസ്റ്റ് ടൈം കോൾ ചെയ്തു, സെക്കൻഡ് ടൈം കോൾ ചെയ്തു. ദെൻ എൻ്റയർ മാക്രോ ബിക്കം എ പാർട്ട് ഓഫ് അവർ മെയിൻ പ്രോഗ്രാം. സെക്കൻഡ് ടൈം ഓൾസോ മാക്രോ ഇങ്ങനെ നമ്മുടെ പാർട്ടാവും. സോ നമ്മുടെ കോഡ് എന്തായി? എക്സ്പാൻഡഡ് കോഡായിട്ട് മാറി. എക്സ്പാൻഡഡ് കോഡായിട്ട് മാറി. സോ മാക്രോ ലീഡ്സ് ടു എക്സ്പാൻഷൻ ഡ്യൂറിങ് ഈച്ച് ഇൻവോക്കേഷൻ. മാക്രോ ലീഡ്സ് ടു എൻ എക്സ്പാൻഷൻ. ഓക്കെ, അനി മാക്രോ എഴുതുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നോർമൽ ഫംഗ്ഷൻ കോളിലേക്ക് പോകുമ്പോൾ അതിന്റെ കൺട്രോൾ ഫംഗ്ഷനിലേക്ക് കൊടുക്കണം. അതിനുവേണ്ടി പാരാമീറ്റേഴ്സ് നമ്മൾ പാസ് ചെയ്യണം. പാരാമീറ്റർ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ആക്ച്വൽ ടു ഫോർമൽ പാരാമീറ്റർ പാസിങ്, അതിന്റെ ടൈം, ഫംഗ്ഷൻ കോളിന്റെ ടൈം, അതൊക്കെ ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫംഗ്ഷനെ പഠിക്കുമ്പോൾ പാരാമീറ്റേഴ്സിനെ സേവ് ചെയ്ത് വെക്കണം, മറ്റു പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യണം, അതിന്റെ റിട്ടേൺ അഡ്രസ് കീപ്പ് ചെയ്യണം, കൺട്രോൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഇതൊക്കെ ശരിക്കും നോർമലി നമ്മൾ ഒരു ഫംഗ്ഷൻ കോളിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല നടക്കുന്നത്. എൻ്റയർ പ്രോഗ്രാം നമ്മുടെ പാർട്ടായിട്ട് മാറും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും മാക്രോയില്. ശരിക്കും പറഞ്ഞാല് അസംബ്ലി ലാംഗ്വേജ് മാക്രോ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഡിലേ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അസംബ്ലി ലാംഗ്വേജസ് ആർ വെരി ക്ലോസ് ടു ഹാർഡ്വെയർ. ഹാർഡ്വെയർ ആയിട്ട് വെരി ക്ലോസ് നിൽക്കുന്നതാണ് അസംബ്ലി ലാംഗ്വേജ്. അതുകൊണ്ട് സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലക്സിറ്റി ഒക്കെ നമ്മൾ കുറച്ച്, ഈ സബ് റൂട്ടീൻ ജമ്പിങ്ങും റിട്ടേൺ ഒക്കെ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കോഡ് എഴുതുന്നു. അപ്പൊ അതിനുവേണ്ടി മാക്രോ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഓർക്കുക, വി ആർ ഡിഫൈനിങ് മാക്രോ ഡ്യൂറിങ് മാക്രോ എക്സ്പാൻഷൻ. ഇറ്റ് ബിക്കം അവർ പാർട്ട് ഓഫ് ദി പ്രോഗ്രാം. ഇനി സബ് റൂട്ടീൻ എന്താണെന്ന് നോക്കി ഒന്നുകൂടി പറയാം. സബ് റൂട്ടീൻ, മെയിൻ പ്രോഗ്രാം. ദിസ് ഈസ് മൈ മെയിൻ പ്രോഗ്രാം and I am reading parameters in main program and I am having a program, separate program that I am calling a subroutine. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡ് എന്ന് പറയുന്ന സെയിം എക്സാമ്പിൾ തന്നെ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ കോൾ പാരാമീറ്റേഴ്സ് ഇങ്ങോട്ട് പോകുന്നു ആൻഡ് ഇറ്റ് പെർഫോം ദി ടാസ്ക് ആൻഡ് റിസൾട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് വരാം. സെയിം കോഡിനെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യുന്നു. ഡ്യൂറിങ് സെക്കൻഡ് കോൾ അഗെയിൻ ആൻഡ് കമ്മിങ് ബാക്ക്. ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. ഈ ഒരു കോഡിനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു, റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നു. സോ സ്റ്റേറ്റ്മെന്റ് ഇൻ എ സബ് റൂട്ടീൻ അപ്പിയേഴ്സ് ഓൺലി വൺസ്. ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒരു തവണ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിലേക്ക് പോകുന്ന ബേസ്ഡ് ഓൺ ദി പാരാമീറ്റർ we are getting the different result. So this is the concept of our difference between macro and subroutine. Then we are starting a subroutine with the open bracket and close bracket. In macro we have two assembler directive, macro and m end. Macro and m end. Macro denote the starting of macro, m end denoting end of the macro. So ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. Chat box ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. Today we discussed concept of macro and how to define a macro and how to invoke a macro. And during macro definition, we are passing parameter with the ampersand symbol. ഫംഗ്ഷൻ കോളിൽ എൻ്റയർ കോഡ് നമ്മുടെ പാർട്ടായിട്ട് മാറും. ഈ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഓക്കെ ആണോ? മാക്രോ പ്രോസസറിന്റെ ഡയഗ്രാം നിങ്ങൾ അഗൈൻ ഒന്നുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് ഡയഗ്രാം. സോഴ്സ് കോഡ് ഞാൻ പറഞ്ഞ സോഴ്സ് കോഡ് ലെഫ്റ്റ് സൈഡ്, ദെൻ മാക്രോ പ്രോസസർ ഇറ്റ് മേക്കിംഗ് എക്സ്പാൻഡഡ് കോഡ്, ദെൻ കമ്പൈലർ ഓർ അസംബ്ലർ ഈസ് ട്രാൻസ്ലേറ്റിംഗ് അവർ പ്രോഗ്രാം ഇൻ ടു ഒബ്ജക്റ്റ് കോഡ്. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ?